ശ്രീ സായിരാം. കർക്കടക മാസത്തില് രാമായണ മാസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ 32 ദിവസം രാമായണ കഥകളാണ് പറയാൻ പോകുന്നത്. ഗ്രന്ഥപരിചയം. രാമായണം രാമന്റെ അയനം, രാമന്റെ യാത്ര. ശ്രീരാമന്റെ ജീവിതയാത്രയിലെ അനേക സംഭവങ്ങളാണ് ഈ ഇതിഹാസത്തിൽ വർണ്ണിക്കുന്നത്. ഭാരതത്തിൽ 2 ഇതിഹാസങ്ങളുണ്ട്, അറിയാമോ? രാമായണം, മഹാഭാരതം. രാമായണമാണ് ആദ്യ കാവ്യം എന്ന് അറിയപ്പെടുന്നത്. 24,000 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. മഹാഭാരതമോ ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമാണ് ഈ മഹാഭാരതം. 1.25 ലക്ഷം ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. രാമായണ കഥ 100 കോടി ഗ്രന്ഥങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് ആദ്യം ആരാണ് പറഞ്ഞത്? ആദ്യം സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് തന്റെ മാനസപുത്രനായ ബ്രഹ്മർഷി നാരദനാണ് അത് ഉപദേശിച്ചു കൊടുത്തത്. ശ്രീ നാരദ മഹർഷി അത് വാത്മീകി മഹർഷിക്ക് ഉപദേശിച്ചു. വാത്മീകി മഹർഷിയാണ് അത് എഴുതി പുസ്തക രൂപത്തിലാക്കിയത്. രാമായണ കഥ ആരോട് പറയുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ശ്രീ മഹാദേവൻ പാർവതി ദേവിയോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. ശ്രീരാമ മന്ത്രം താരക മന്ത്രമാണ്. അതുകൊണ്ട് ദേവി പറഞ്ഞു, ഭഗവാനെ, ശ്രീരാമന്റെ കഥ എനിക്കൊന്നു പറഞ്ഞു തരൂ എന്ന്. അങ്ങനെയാണ് മഹാദേവൻ പാർവതി ദേവിക്ക് കഥ പറഞ്ഞു തുടങ്ങിയത്. രാമായണ കഥ ആദ്യമായി സമൂഹത്തിൽ അവതരിപ്പിച്ചതാരാണ്? വാത്മീകി മഹർഷിയുടെ ശിഷ്യന്മാരും വളർത്തുമക്കളും ശ്രീരാമന്റെ പുത്രന്മാരുമായ ലവകുശന്മാരാണ് അത് ആദ്യമായിട്ട് പാടിയത്. അവരെന്ത് ചെയ്തു? ശ്രീരാമദേവന്റെ രാജസദസ്സിൽ ചെന്ന് ആ കഥ മുഴുവനും പാടി കേൾപ്പിക്കുകയാണ് ഉണ്ടായത്. ആരാണ് ശ്രീരാമൻ? ത്രേതായുഗത്തിൽ മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായി ശ്രീരാമൻ ജനിച്ചു. അറിവുണ്ടായിട്ടും അഹന്ത കൊണ്ട് ഭൂമിയിൽ അധർമ്മം ചെയ്ത രാവണൻ എന്ന രാക്ഷസ രാജാവിനെയും മഹാദുഷ്ടന്മാരെയും വധിക്കുവാനായിട്ടാണ് ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ചത്. ആരാണ് വാത്മീകി മഹർഷി എന്ന് നോക്കാം. രത്നാകരൻ എന്നൊരാൾ ജീവിതമാർഗത്തിനു വേണ്ടി കൊള്ളയും കൊലയും ചെയ്തുകൊണ്ട് വഴിയാത്രക്കാരെ ഉപദ്രവിച്ചിരുന്നു. ഈ രത്നാകരൻ സാധാരണ ആളായിരുന്നില്ല. കർമ്മം കൊണ്ടാണ് കൊള്ളക്കാരനായിട്ട് മാറിയത്. അദ്ദേഹം പ്രജേതസിന്റെ മകനായിരുന്നു. പക്ഷേ കൂട്ടുകെട്ടുകൊണ്ടും സ്വഭാവം മാറിപ്പോയത് കൊണ്ടുമാണ് ഇങ്ങനെ ഒരു ദുഷ്ടനായി തീർന്നത്. അന്നൊക്കെ ഇന്നത്തെ പോലെ റോഡുകളൊന്നുമില്ല. കാടുകൾ ഒരുപാടുണ്ട് താനും. കാട്ടിലൂടെ യാത്ര ചെയ്യാതെ ആർക്കും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിയാത്രക്കാരെ പിടിച്ചു നിർത്തി അവരിൽ നിന്നെല്ലാം തട്ടിപ്പറിച്ചെടുക്കുക, അവരെ ഉപദ്രവിക്കുക, കെട്ടിയിടുക, വേണ്ടി വന്നാൽ കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള ദുഷ്പ്രവർത്തികളാണ് രത്നാകരൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്തിനാണ്? വേറെ ജോലിയൊന്നും ചെയ്യാൻ വയ്യാത്തത് കൊണ്ട്, മടിയായതുകൊണ്ട് മറ്റുള്ളവരെ തട്ടിപ്പറിച്ച് ജീവിക്കുക. അത് തന്നെ. ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, അപ്പം അവർക്ക് കൊടുക്കണ്ടേ, അതുകൊണ്ട്. അങ്ങനെ ഇരിക്കെ ത്രേതായുഗത്തിലെ സപ്തർഷികൾ. ആരൊക്കെയാണ് സപ്തർഷികൾ? 7 ഋഷിമാർ. അതായത് അഗസ്ത്യൻ, അത്രി, ഭരദ്വാജൻ, ഗൗതമൻ, ജമദഗ്നി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ എന്നിവരെല്ലാവരും കൂടെ ഒരു ദിവസം ഈ കാട്ടിലൂടെ ഇങ്ങനെ പോകുകയായിരുന്നു. ബ്രഹ്മർഷിയായ നാരദനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ രത്നാകരൻ എന്ന കൊള്ളക്കാരൻ എന്തു ചെയ്തു? മഹർഷിമാരോട് പറഞ്ഞു, വേഗം നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തരൂ, അല്ലെങ്കിൽ ഞാനിപ്പോ തട്ടിപ്പറിച്ചെടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നീ ഞങ്ങളെ കാണുന്നില്ലേ? ഞങ്ങൾ മഹർഷിമാരല്ലേ, ഞങ്ങളുടെ കയ്യിൽ എന്താണ് നിനക്ക് ആവശ്യമുള്ളത് ഉണ്ടാവുക? എന്തായാലും നീ എന്തിനാണ് ഇങ്ങനത്തെ ദുഷ്പ്രവൃത്തി ചെയ്യുന്നത്, അത് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ അയാള് പറഞ്ഞു, എനിക്ക് ഉപജീവന മാർഗമാണ് ഇത്, ഞാനിത് കൊണ്ടിട്ടാണ് എന്റെ മക്കളെയും ഭാര്യയൊക്കെ നോക്കുന്നത്. അപ്പൊ പറഞ്ഞു, ആഹാ, ഉപജീവന മാർഗം ഇങ്ങനെ പാപം ചെയ്തിട്ടാണ് ഉണ്ടാക്കേണ്ടത്? നീ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം ഭാര്യയും മക്കളും അനുഭവിക്കുന്നുണ്ടല്ലോ, എന്നാ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാം, നീ ഒന്ന് പോയി ചോദിച്ചിട്ട് വരൂ, നീ ചെയ്യുന്ന ഈ പാപത്തിന്റെ ഫലം കൂടെ അവരെടുക്കുമോ എന്ന്. അതിന്റെ ഒരു ഓഹരി അവര് ഷെയർ ചെയ്യണമല്ലോ, പങ്കുവെക്കണമല്ലോ, ചോദിച്ചിട്ട് വാ, ഞങ്ങൾ ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അവരവിടെ കാത്തു നിൽക്കുന്ന സമയത്ത് രത്നാകരൻ നേരെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് ഭാര്യയോട് ചോദിച്ചു, മക്കളോടും ചോദിച്ചു, ഞാൻ ഞങ്ങളെ സംരക്ഷിക്കുന്നത്
കൊള്ളയടിച്ചുകൊണ്ടാണ്. നിങ്ങൾ അതിനപ്പം എനിക്ക് പാപമുണ്ടാവും, ആ പാപത്തിന്റെ ഫലം കൂടെ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു, അത് കൊള്ളാം, ഞങ്ങൾ എന്തിനാണ് പാപത്തിന്റെ ഫലം സ്വീകരിക്കുന്നത്? ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് അങ്ങയുടെ കടമയല്ലേ. അതിന് നല്ല മാർഗം സ്വീകരിക്കാത്ത എന്തുകൊണ്ടാണ്? ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ചീത്ത മാർഗം സ്വീകരിക്കുവാൻ. നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ പങ്കൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് രത്നാകരന്റെ കണ്ണു തുറന്നത്. കവർച്ചയൊക്കെ ഉപേക്ഷിച്ച് ജീവിക്കാമെന്ന് അയാൾ തീരുമാനിച്ചു. വേഗം ഓടിച്ചെന്ന് മഹർഷിമാരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. മഹർഷേ, അവൾ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്നാ ശരി, നിനക്ക് ഞങ്ങളൊരു മന്ത്രം ഉപദേശിക്കാം. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ നീ ആ മന്ത്രം ചൊല്ലി ഇവിടെ ഇരിക്കണം. മന്ത്രമോ? എനിക്ക് മന്ത്രം പറയാനൊന്നും അറിഞ്ഞുകൂടാ. അതൊക്കെ ഞാൻ എന്നേ മറന്നു, എനിക്കതൊന്നും അറിയില്ല, എനിക്ക് കവർച്ചയല്ലേ എന്റെ ജോലി. അപ്പൊ ശരി, എന്താണ് മന്ത്രം? രാമ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അങ്ങനെയൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. അപ്പൊ പറഞ്ഞു, ആ മരം ഈ മരം, 2 മരം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മര 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 എന്ന് പറയാ. മര 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 എന്ന് പറയുമ്പോൾ രാമരാമ എന്ന മന്ത്രം ആയിക്കോളും. നീ വളരെ ശ്രദ്ധയോടുകൂടി ആ നാമം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ നീ ഇവിടെ ഇരുന്ന് പറയുക എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ ഇരുന്നു. എന്നിട്ട് അവര് പോയി. കുറേ നാള് കഴിഞ്ഞിട്ട് അവരൊരു 4-5 മാസം കഴിഞ്ഞിട്ട് തിരികെ വന്നപ്പോഴത്തേക്കും ആ കാട്ടിൽ മുഴുവൻ ഇങ്ങനെ മന്ത്രധ്വനി. ആ കാടിലെ എല്ലാ കിളികളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ നല്ല സാഹോദര്യത്തോടുകൂടി ആരും ഉപദ്രവിക്കാതെയൊക്കെ നടക്കുന്നു. കാട് മുഴുവൻ പൂത്തലഞ്ഞു നിൽക്കുന്നു. മന്ത്രധ്വനിയാണ് കേൾക്കുന്നത്. അപ്പോ അവര് വിചാരിച്ചു, ആളെ കാണുന്നില്ല, ഇത് എവിടുന്നാണ് ഈ ശബ്ദം വരുന്നത്? അപ്പൊ അവരന്വേഷിച്ചു പോയി, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് അവര് പോയി നോക്കിയപ്പം അവര് ഈ രത്നാകരനെ ഇരുത്തിയ സ്ഥലത്ത് മനുഷ്യരൂപത്തിൽ വലിയ ചിതൽപുറ്റ് കണ്ടു. ചിതൽപുത്തിന് സംസ്കൃതത്തിൽ എന്താ പറയാന്നറിയാമോ? വാത്മീകം. അപ്പോ അതിൽ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് മനസ്സിലായി. അപ്പൊ അവരത് പൊട്ടിച്ചപ്പോഴാണ് തേജസ്സോടെ അതിനുള്ളിൽ രത്നാകരൻ ധ്യാനനിരതനായിട്ട് ഇങ്ങനെ ഇരിക്കാൻ. ജടാമുടിയൊക്കെ വളർന്നും ഭക്ഷണമില്ല. രാമമന്ത്രത്തിന്റെ ശക്തി കൊണ്ടാണ് ഭക്ഷണം ഒന്നും കഴിക്കാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു പ്രവർത്തികളും ചെയ്യാതെ അതിനുള്ളിൽ ഇരുന്നിരുന്ന് നിശ്ചേതനായിട്ടിരുന്നു കൊണ്ട് പുറ്റുപിടിച്ചു. നമ്മൾ മിണ്ടാതൊരു സാധനം വെച്ചാൽ ചെതലരിക്കും, മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെയാണ് ഈ വാത്മീകം, അതായത് ചെതൽപുറ്റ് വന്ന് നാഗരനെ മൂടിയത്. അപ്പൊ അവര് അദ്ദേഹത്തിനെ പിടിച്ചുണർത്തി പുറത്തു വന്ന് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നീ ഈ വാത്മീകത്തിലല്ലേ ഇരുന്നത്, അതുകൊണ്ട് നിനക്ക് വാത്മീകി എന്ന പേര് ഞങ്ങൾ തരുന്നു. നീ മഹാഋഷിയായി തീർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം അദ്ദേഹം നദിയിൽ കുളിക്കാൻ പോയി. കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് 2 ഇണക്കളികൾ ഇങ്ങനെ മരത്തിലിരുന്ന് കൊക്കുരുമിയിരിക്കുന്ന നല്ലൊരു കാഴ്ച കണ്ടു. പെട്ടെന്ന് നോക്കിയപ്പോ എന്താ അറിയോ, ഒരമ്പ് പാഞ്ഞു വന്ന് പാവം ഒരു കിളിയെ താഴെ വീഴ്ത്തുമ്പോ മാ നിഷാദ, അരുതേ നിഷാദ, അതായത് വേട്ടക്കാര, അരുതേ അരുതേ, കൊല്ലരുതേ എന്ന് ഒരു പദ്യം, ഒരു കവിത അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് അദ്ദേഹം ഒരു കവിത ചൊല്ലുന്നത്. അങ്ങനെ നിരന്തരമായ ഈശ്വരനാമ ജപത്തിലൂടെ അക്ഷരം പോലും അറിയാതിരുന്ന ഒരു കൊള്ളക്കാരൻ ആദി കാവ്യം രചിച്ച മഹാകവിയും മഹർഷിയുമായി തീർന്നു. അവതാരപുരുഷനായ ശ്രീരാമന്റെ പുത്രന്മാരെ മിടുമിടുക്കരമായിട്ട് വളർത്തിയതും ആ വാത്മീകി മഹർഷി തന്നെയായിരുന്നു. ഈ രാമായണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭാഷകൾ, എല്ലാ ഭാഷകളും എഴുതിയിട്ടുണ്ട്. തമിഴില് കമ്പരാമായണം, പിന്നെ ഹിന്ദിയില് രാമചരിതമാനസം, മലയാളത്തിലോ അധ്യാത്മരാമായണം. അതാരാണ് എഴുതിയത്? എഴുത്തച്ഛൻ എന്ന നമ്മളുടെ ഭാഷയുടെ പിതാവ്. എഴുത്തച്ഛനാണ് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് പറയും. അദ്ദേഹം മലപ്പുറത്ത് തുഞ്ചത്താണ് അദ്ദേഹത്തിന്റെ ഭവനം ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് അധ്യാത്മരാമായണം അതിമനോഹരമായ കിളിപ്പാട്ട് രൂപത്തിൽ, ഒരു കിളി കഥ പറയുന്നത് പോലെയാണ്, ആ രൂപത്തിലാണ്. അത്ര സുന്ദരമായ ഇതാണ്. ഇപ്പൊ നിങ്ങളുമൊക്കെ അധ്യാത്മരാമായണം വായിക്കണം. അടുത്ത കഥയുമായിട്ട് നാളെ വരാം. സായിരാം.